കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. 2024 മാർച്ചിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ പ്രതികരണമാണ് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി കേൾക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു.